ദോശ ഇഡ്ഡലിയില്ലേ? അടിപൊളി. കഴിഞ്ഞാഴ്ച നിറഞ്ഞു കവിഞ്ഞ പുഴയാണ് ഈ കാണുന്നത്. മായന്നൂർ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഭാരതപ്പുഴ കാണാൻ ഒരു പ്രത്യേക തരം ഭംഗിയാണ്. ഇത് മായന്നൂരുള്ളൊരു പഴയൊരു ചായക്കടയാണ്. ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ ഒന്ന് കയറി നോക്കി. ദോശ ഇഡ്ഡലിയില്ലേ? ദോശ ഇഡ്ഡലി പപ്പടവട എന്നീ സംഭവങ്ങളാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു പഴയൊരു സെറ്റപ്പ് കടയാണ്. ഇങ്ങനെയുള്ള ചായക്കടയിൽ നിന്ന് ദോശയും ഇഡ്ഡലിയും ചമ്മന്തിയും ആ ചട്നിയും കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങൾ ദോശ കഴിക്കാൻ തീരുമാനിച്ചു. ദോശ കൊണ്ടുവന്നു. അതായത് ചുട്ടുവെച്ച ദോശയാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് ആ ചൂടൊന്നും ഉണ്ടാവില്ല. പിന്നെ ചമ്മന്തി ഉണ്ട്, ചമ്മന്തിക്കിടിലും ചമ്മന്തിയാണ്. ചമ്മന്തി കൊണ്ടുവന്നു. പിന്നെ ഒന്ന് കഴിച്ചു നോട്ടെ. ദോശ, ചമ്മന്തി, ചട്നി, സാമ്പാർ. ദോശ കുതിരാനുള്ള ചട്നി അതിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. കിടിലൻ സാധനം കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. ആ കടുക്ക് വറുത്ത സ്മെല്ലൊക്കെ. ഓ, കറിവേപ്പിലൊക്കെ കൂട്ടി കഴിച്ച് ചമ്മന്തിയിലും കൂട്ടി കഴിച്ചൊരു പിടി പിടിച്ചു. ദോശയ്ക്ക് ചൂടില്ലെങ്കിലും ആ ചട്നി, സാമ്പാർ, ചമ്മന്തി അതൊരു രക്ഷയില്ല. അത് മതി. ദോശയ്ക്ക് ചൂടില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുഴപ്പമില്ല, അടിപൊളി സംഭവം. അങ്ങനെ കിടിലൻ സ്ട്രോങ് ചായ, ഒന്ന് ചൂടുള്ള ചായയും ദോശയും പൊളി സാധനം. അങ്ങനെ ദോശ തീർന്നു. അപ്പോൾ ഒരു ഇഡ്ഡലി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു. ഓ, ചട്നി ഒഴിച്ചു. ചട്നി വെക്കുമ്പോൾ തന്നെ എന്താ ഭംഗി, അത് നോക്കിയേ. കിടില, രക്ഷയില്ല. ആ ചട്നിയുടെ കടുകിൻ്റെ സ്മെല്ലൊക്കെ. ഓ, അതിനെ കൂട്ടി കുഴച്ച് ചമ്മന്തിയിൽ മുക്കിയിട്ട് ഒരു പിടിന് പിടിച്ചു. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ്. ഒരു തരിതരിയായ ഇഡ്ഡലി. എന്തായാലും സംഭവം കിടിലനായിട്ടോ. ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒരു പൊളി സാധനമായി. പ്രത്യേകിച്ച് അവിടുത്തെ കറി, ചട്നി, സാമ്പാർ, ചമ്മന്തി. അടിപൊളി. ഈ ഹോട്ടലുള്ളത് ഒറ്റപ്പാലത്ത് നിന്ന് വരികയാണെങ്കിൽ മായന്നൂർ ബ്രിഡ്ജ് കഴിഞ്ഞ് ചിറങ്കര പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ചേലക്കര പഴയന്നൂർ റോഡിന് ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് വന്ന റൈറ്റ് സൈഡിൽ ഈ ഹോട്ടൽ കാണാം. സംഭവം പൊളിയാണ്. ഈ വഴി വരുമ്പോൾ ഒന്ന് കയറി നോക്കും.